ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ +1 മാത്സിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. P and Q be two non-empty sets. The Cartesian product P cross Q is the set of all ordered pairs of elements from P to Q. That is, P cross Q equal to set of all PQ such that P belongs to P and Q belongs to Q. P, Q എന്നീ രണ്ട് നോൺ എംറ്റി സെറ്റ്സ് എടുക്കുകയാണെങ്കിൽ, അതായത് എംറ്റി സെറ്റ് അല്ലാത്ത കേസ്, അതിൽ എന്തെങ്കിലും എലമെൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് സെറ്റുകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പം ഓർഡേഡ് പെയേഴ്സ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഓർഡേഡ് പെയേഴ്സിൽ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് പിയിലുള്ള എലമെൻറ്റും സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത് ക്യൂയിലുള്ള എലമെൻറ്റും ആയിരിക്കണം. പി ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു സെറ്റ് 3 4 5. അപ്പം നമുക്ക് അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എഴുതി നോക്കാം. പി ക്രോസ് ക്യൂ ഇസ് ഈക്വൽ ടു ഓർഡേഡ് പെയേഴ്സിൻ്റെ കളക്ഷൻ ആയിട്ടാണ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 3 എന്നാണ് ആദ്യത്തെ പെയർ വരിക. പിയിലുള്ള ഫസ്റ്റ് എലമെൻറ്റും ക്യൂയിലുള്ള ഫസ്റ്റ് എലമെൻറ്റും തമ്മിലുള്ള പെയറാണത്. നെക്സ്റ്റ് 1 1 4, അത് കഴിഞ്ഞാൽ 1 5, പിന്നെ 2 3, 2 4, ലാസ്റ്റ് 1 വരിക 2 5. ഇനി നമുക്ക് ക്യൂ ക്രോസ് പി എന്ന് ഫൈൻഡ് ചെയ്ത് നോക്കാം. ഇവിടെ ക്യൂയിലുള്ള എലമെൻറ്റ്സ് ആണ് ആദ്യം ഓർഡേഡ് പെയറിൽ എഴുതേണ്ടത്. അപ്പോൾ 3യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3ക്ക് പിയിലുള്ള ഫസ്റ്റ് എലമെൻ്റായ 1ലേക്കായിരിക്കും പെയർ ഫോം ചെയ്യുക. 3 1, നെക്സ്റ്റ് 3 2. ഇനി ക്യൂയിലെ സെക്കൻഡ് എലമെൻ്റായ 4 കൺസിഡർ ചെയ്യുക. അപ്പോൾ 4 1 4 2. ഇനി ക്യൂയിലെ തേർഡ് എലമെൻ്റ് ആയിട്ടുള്ള 5 കൺസിഡർ ചെയ്യുക. അപ്പോൾ 5 1, പിന്നെ ലാസ്റ്റ് പെയർ വരിക 5 ആൻഡ് 2 5 2. പി ക്രോസ് ക്യൂ ആൻഡ് ക്യൂ ക്രോസ് പി അത് രണ്ടും സെയിം ആണോ, അത് രണ്ടും ഈക്വൽ ആയിട്ടാണോ നമുക്ക് കിട്ടുന്നത്? ഇവിടെ 1 3 3 1 എന്ന് പറയുന്ന രണ്ട് പെയേഴ്സ് കാണാം. പക്ഷേ രണ്ട് പെയേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെൻറ്റ്സും സെക്കൻഡ് എലമെൻറ്റ്സും ഈക്വൽ ആയി വരണം. പക്ഷേ ഇവിടെ പി ക്രോസ് ക്യൂവിൽ 1 3യിലെ ഫസ്റ്റ് എലമെൻറ്റ് 1ഉം ക്യൂ ക്രോസ് പിയിലെ 3 1ലെ ഫസ്റ്റ് എലമെൻറ്റ് 3ഉം ആണ്. അപ്പോൾ 1 ഈക്വൽ ടു 3 നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്ത് എഴുതാം? ക്യൂ ക്രോസ് പിയും പി ക്രോസ് ക്യൂവും ഈക്വൽ അല്ല എന്ന് എഴുതാം. ബാക്കിയുള്ള എലമെൻറ്റ്സ് ചെക്ക് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് കിട്ടുക. ഇനി പി എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, സെറ്റ് 1 2. ക്യൂ എന്ന് പറയുന്ന വേറൊരു നോൺ എംറ്റി സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിലുള്ള എലമെൻറ്റ്സ് 3 2 5. ആ രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പി എൻ ഓഫ് പി എന്ന് പറയുന്നത് 2 ആണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ക്യൂ എൻ ഓഫ് ക്യൂ എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ പി ക്രോസ് ക്യൂവിൽ എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും? പിയിൽ 2 എലമെൻറ്റ്സും ക്യൂവിൽ 3 എലമെൻറ്റ്സും. ഇപ്പോൾ 2 × 3 6 എലമെൻറ്റ്സ് ആണ് പി ക്രോസ് ക്യൂവിൽ ഉണ്ടാവുക. ഈ ഒരു ചോദ്യം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. എയും ബിയും തന്നിട്ടുണ്ട്. എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ ഫൈൻഡ് ചെയ്യുക. അതേപോലെ എയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സും ബിയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സും തന്നിട്ടുണ്ട്. എ ക്രോസ് ബിയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്